ക്യാൻസർ രോഗവും ഹൃദയ സംബന്ധമായ അസുഖവും അത്ഭുതകരമായി സൗഖ്യപ്പെട്ടതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ദിവ്യകാരുണ്യത്തിന്റെ അബ്സതോലനായ വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർഡിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ഏക ദേവാലയമായ മരത്തങ്ങോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി സമാപിച്ചു. ജൂലൈ 25 മുതൽ ലതീനും നൊവേനയോടുകൂടിയുള്ള നവനാൾ തിരുകർമ്മങ്ങൾ പ്രാർത്ഥനാ നിർഭരമായി ആചരിച്ചു. ആഘോഷപൂർവമായ തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് മാർ ബോസ്കോ പുത്തൂർ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റവറന്റ് ഫാദർ ആൻഡോസ് എലവത്തിങ്കൽ സഹകാർമ്മികനായി. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ഊട്ടുകമ്മിറ്റി ഭാരവാഹികളായ രഞ്ജി മണ്ടുമ്പാൽ, ലോറൻസ് വടക്കൻ, ജോസ് മണ്ടുമ്പാൽ, ബൈജു MF, MP സിജോ, ജെയിംസ് വടക്കൻ, ജിജോ ചാഴൂർ എന്നിവർ ഊട്ടുതിരുനാളിന് നേതൃത്വം നൽകി. പ്രസുതേന്തി വാഴ്ച, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, രോഗശാന്തി ശുശ്രൂഷ, സമൂഹ ഊട്ടുനേർച്ച എന്നിവയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മരത്തങ്ങോട് മേരിമാതാ പള്ളിക്ക് വേണ്ടി പ്രശസ്ത ഗാനരചയിതാവ് ജോൺ കല്ലന്താനി രചിച്ച വിശുദ്ധന്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ആദ്യ യൂട്യൂബ് ഗാനം ഇതിനകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. കുന്നംകുളം ഫിഷ് മാർക്കറ്റ് സംയുക്ത യൂണിയൻ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. ചൊവ്വന്നൂർ KR നാരായണൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന വാർഷിക യോഗത്തിന്റെയും കുടുംബസംഗമത്തിന്റെയും ഉദ്ഘാടനം യൂണിയൻ രക്ഷാധികാരി MN മുരളീധരൻ നിർവഹിച്ചു. ചടങ്ങിൽ യൂണിയൻ കൺവീനർ K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. BMS യൂണിയൻ പ്രസിഡന്റ് സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ MS ഷാനിഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ യൂണിയൻ സെക്രട്ടറിമാരായ സലീം, PK നൌഷാദ്, ശരത്, KC ബാബു, ജയപ്രകാശ്, KA അസീസ്, അസിസ്റ്റന്റ് പൂൾ ലീഡർ ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ലീഡർ PP ഷക്കീർ സ്വാഗതവും താഹിർ നന്ദിയും പറഞ്ഞു. തുടർന്ന് മുതിർന്ന യൂണിയൻ ഭാരവാഹികളെയും യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കലാപരിപാടികളും അരങ്ങേറി. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. തുടർന്ന് ചുറ്റമ്പല പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം നടന്നു. പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരു ഭക്തനാണ് 25 ലക്ഷം രൂപയോളം ചെലവഴിച്ച് പ്രദക്ഷിണ വഴി ക്ഷേത്രത്തിന് വഴിപാടായി സമർപ്പിച്ചത്. ക്ഷേത്ര മേൽശാന്തി അനൂജ് തിവാരി ഗോപൂജ നിർവഹിച്ചു. തുടർന്ന് ഗജപൂജയ്ക്ക് ശേഷം കൊമ്പൻ ഹരിപ്പാട് അപ്പുവിന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കമിട്ടു. നിരവധി ഭക്തർ വഴിപാടായി ആനയൂട്ട് നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണവും സമൂഹ രാമായണ പാരായണവും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിക്കുന്ന പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിന്റെ നിർമ്മാണ കമ്മിറ്റി ഓഫീസ് റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റിമാരായ വിൽസൺ നീലങ്കാവിൽ, പിയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസെന്റ്, നിർമ്മാണ കമ്മിറ്റി കൺവീനർ TJ ചെറിയാൻ, PRO റാഫി നീലങ്കാവിൽ, മറ്റു ഭാരവാഹികളായ ലെസ്ലി അറക്കൽ, AM വിൻസെന്റ്, AJ മാത്യൂസ്, VV സെബി, NJ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഒരുമനയൂരിലെ 90% പഞ്ചായത്ത് റോഡുകളും തകർന്നു കിടക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരം വില്ലേജ് ഓഫീസ് റോഡ് പരിസരത്ത് നടന്നു. റോഡിലെ കുഴികളിൽ വാഴ നട്ടാണ് പ്രതിഷേധം നടന്നത്. തുടർന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി EP കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജീവൻ ജോസഫ്, അസ്ലം PC, വിഷ്ണു OU, മുഹമ്മദ് ഹാരിസ്, മനു ആൻഡോ, അഭിഷേക്, മുഹമ്മദ് സിനാൻ, അമൻ അൻവർ, വാർഡ് മെമ്പർ KJ ചാക്കോ, ബൂത്ത് പ്രസിഡന്റ് മോഹനൻ VA, വിനോദ്, സതീശൻ, കബീർ, മുഹമ്മദ് ആഷിദ എന്നിവർ നേതൃത്വം നൽകി. ഒരുമനയൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ തീരദേശമായ കാളമന കായലിലെ വേലിയേറ്റം മൂലം വീടുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറി പ്രദേശവാസികൾ പൊറുതിമുട്ടുന്നു. പൊന്നാനിയിലെ കർമ്മ റോഡ് പോലെയുള്ള ഒരു തീരദേശ റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ വേലിയേറ്റത്തെ പ്രതിരോധിക്കുവാനും വളർന്നുവരുന്ന ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ചേറ്റുവപ്പുഴയുടെയും അറബിക്കടലിന്റെയും മനോഹരങ്ങളായ വിസ്മയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടൂറിസം മേഖലയുടെ വികസനത്തിനും സർവോപരി പഞ്ചായത്തിന്റെ നാനോന്മുഖമായ വളർച്ചയ്ക്കും ആക്കം കൂട്ടും. ഇക്കാര്യങ്ങൾ മുൻനിർത്തി വേലിയേറ്റം തടയുന്നതിനുള്ള വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് ജനകീയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷിന് നിവേദനം നൽകി. ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് PK ഫസലുദ്ദീൻ, ജനറൽ സെക്രട്ടറി PP അബൂബക്കർ, ട്രഷറർ PM യഹിയ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AP ഷാജഹാൻ, ഫൈസൽ കുറുപ്പത്ത്, ഉസ്മാൻ, അഗസ്ത്യൻ, PK അബ്ദുൾ മജീദ് എന്നിവർ സന്നിഹിതരായിരുന്നു. മഹിളാ അസോസിയേഷൻ തമ്പുരാമ്പടി മേഖലാ സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബിന്ദു ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, CPIM ലോക്കൽ സെക്രട്ടറി KP വിനോദ്, സുനിത അരവിന്ദൻ, ബിബിത മോഹൻ, ലിസി ബൈജു എന്നിവർ സംസാരിച്ചു. ബിന്ദു ബാബുരാജ്, കൗലത്ത് ലത്തീഫ്, ആനന്ദവല്ലി മാമ്പുഴ, ശൈലജ സുധൻ, നിഷി പുഷ്പരാജ്, ദിവ്യ സജ്ജി, TG രഹന, മീന ബാബു എന്നിവരടങ്ങുന്ന പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്. കുന്നംകുളം നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജി സെന്ററും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. AC മൊയ്തീൻ MLAയും മന്ത്രിയുടെ കൂടെയുണ്ടായിരുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ തന്നെ മാതൃകയായ കുന്നംകുളം നഗരസഭയുടെ പുതിയ മാലിന്യ പ്രവർത്തനങ്ങൾ മന്ത്രി ചോദിച്ചറിഞ്ഞു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, മാലിന്യ സംസ്കരണ യൂണിറ്റുകളുടെ പ്രവർത്തനം എന്നിവ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മന്ത്രിയോട് വിശദീകരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർ AS അനൽ, ക്ലീൻ സിറ്റി മാനേജർ AV അജിത്, CK ലിജീഷ്, മറ്റ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പുതുക്കിപ്പണിത പാറന്നൂർ കുരുത്തിച്ചാൽ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. പ്രദേശവാസികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബസ്സിൽ കയറാനോ പ്രധാന റോഡിലേക്ക് വാഹനങ്ങൾ എടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്ന് തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മുൻ വാർഡ് പ്രസിഡന്റ് AK ജെയിംസ്, ബൂത്ത് പ്രസിഡന്റ് OM ഷാജി, വാർഡ് പ്രസിഡന്റ് റാഫി PV, അമൽ കിഷോർ എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. രാവിലെ ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ കുർബാന അർപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കുടുംബസംഗമം, വിവാഹ സുവർണ ജൂബിലി ആഘോഷിച്ചവരെ ആദരിക്കൽ, മികച്ച അക്കാദമിക് വിജയം നേടിയവരെ അനുമോദിക്കൽ, ആത്മീയ സംഘടനകളുടെ വാർഷികം എന്നിവയുണ്ടായി. വിവിധ ആത്മീയ സംഘടനകളുടെ വാർഷികം, മത്സരങ്ങൾ, സ്നേഹവിരുന്ന് എന്നിവയും നടന്നു. പരിപാടികൾക്ക് വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, ട്രസ്റ്റി K ഗീവർ സൈമൺ, സെക്രട്ടറി CB റിൻസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. മേൽശാന്തി സൂരജ് കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിൽ വെച്ച് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് BTN വിജയൻ നമ്പൂതിരി, സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, CU നായർ, KB മോഹനൻ, മാതൃസമിതി ഭാരവാഹികളായ ഇന്ദു നായർ, രതി നാരായണൻ, മല്ലിക എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 4-ാം തീയതി ഉത്രാട ദിവസമാണ് നിറപുത്തരി. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിലെ മുഴുവൻ ഇടവകാംഗങ്ങൾക്കും പച്ചക്കറി തൈകളും ചെണ്ടുമല്ലി തൈകളും വിതരണം ചെയ്തു. വികാരി റവറന്റ് അനു ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. രാജു തെങ്ങുങ്ങൽ, രാജു സക്കറിയ, MK ഷാജൻ, CC റോയ്, ജെയ്സൺ അപ്പാപ്പു, ഷാജു മമത എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിൽ ചെറുതുരുത്തിയിൽ നിർമ്മിക്കുന്ന സെന്റ് ജോർജ് കുരിശുപള്ളിക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ശിലാസ്ഥാപനം നടത്തി. കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. പള്ളി ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ചെറുവത്തൂർ വീട്ടിൽ ജോൺ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കുരിശുപള്ളി പണിയുന്നത്. കുരിശുപള്ളി കമ്മിറ്റി ജനറൽ കൺവീനർ CI ജോൺ, പ്രസിഡന്റ് ജാക്സൺ ജോബ്, വൈസ് പ്രസിഡന്റ് MK ഷാജൻ, സെക്രട്ടറി KS ജിജു, ട്രഷറർ PS സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കുരിശുപള്ളി നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്.
കടവല്ലൂർ പഞ്ചായത്ത് കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ നടത്തിയ വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. പെരുമ്പിലാവ് സെന്ററിൽ നിന്നും വാദ്യഘോഷങ്ങളോടെ ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഘോഷയാത്ര പഞ്ചായത്ത് പരിസരത്ത് സമാപിച്ചതിനു ശേഷം കുടുംബശ്രീ വാർഷികത്തിന്റെ ഭാഗമായി നിരവധി കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് SPC ഡേ ആഘോഷിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റും കുന്നംകുളം നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുമായ പ്രിയ സജീഷ് സ്വാഗതം ആശംസിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KG ജയപ്രദീപ് മുഖ്യാതിഥിയായി. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സോമശേഖരൻ, PTA SMC അംഗങ്ങളായ സുനിൽകുമാർ VK, സുരേഷ് വേണു, അഷ്റഫ്, CPOമാരായ ഹരിദാസൻ KS, അനീഷ EB എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ച സംഭവവും കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള നീതി നിഷേധത്തിനെതിരെയും ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി നടത്തി. ഞായറാഴ്ച നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ബസ് സ്റ്റോപ്പ് ചുറ്റി പള്ളിയിലെത്തി സമാപിച്ചു. പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. ഡീക്കൻ എക്ടൻ പെല്ലിശ്ശേരി, കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ, ഡില്ലൻ മുരിങ്ങത്തേരി, റപ്പായി താണിക്കൽ, കുടുംബ കൂട്ടായ്മ കൺവീനർ MV ഡൊമിനിക്, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. കളഞ്ഞുകിട്ടിയ സ്വർണവും പണവും മൊബൈൽ ഫോണും അടങ്ങുന്ന ബാഗ് ദേവസ്വം അധികൃതർക്ക് കൈമാറി ആനപ്പാപ്പാൻ സുബീഷ് മാതൃകയായി. ഗുരുവായൂർ ആനത്താവളത്തിലെ കൊമ്പൻ നവനീത കൃഷ്ണന്റെ പാപ്പാൻ സുബീഷാണ് തനിക്ക് കളഞ്ഞുകിട്ടിയ 10 ലക്ഷത്തോളം രൂപയുടെ മൂല്യമുള്ള സ്വർണവും പണവും അടങ്ങിയ ബാഗ് തിരികെ നൽകിയത്. ആനത്താവളം സന്ദർശിക്കാനെത്തിയ തെലങ്കാന സ്വദേശികളുടേതായിരുന്നു ബാഗ്. ഇവർ പോലീസിൽ പരാതി നൽകി ബാഗിനുള്ള അന്വേഷണത്തിലായിരുന്നു. ഈ സമയത്താണ് സുബീഷ് വഴി ബാഗ് തിരികെ ലഭിച്ചത്. സുബീഷിനെ കൂട്ടുകൊമ്പന്മാർ എലഫന്റ് വെൽഫെയർ ഫോറം മഞ്ജുളാലിന് സമീപം നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, എലഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വെളപ്പായ മണികണ്ഠൻ, കൂട്ടുകൊമ്പന്മാർ പ്രസിഡന്റ് VT ശരത്, സെക്രട്ടറി PS സുജിത്ത് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം സൗത്ത് മേഖല സമ്മേളനം നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം സൗത്ത് മേഖല സമ്മേളനം P ഭാഗ്യലക്ഷ്മിയമ്മ നഗറിലെ ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ ഹാളിൽ നടന്നു. സമ്മേളന നഗരിയിൽ പ്രത്യേകം സജ്ജമാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യ രഞ്ജിത്ത്, ഷീജ ഭരതൻ, പുഷ്പ മുരളി എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു. പത്മം വേണുഗോപാൽ, സീതാ രവീന്ദ്രൻ, ആൻസി വില്യംസ്, പുഷ്പ ജോൺ, ഷീജ പ്രദീപ്, KB ഷിബു എന്നിവർ സംസാരിച്ചു. പ്രിയ സജീഷ് രക്തസാക്ഷി പ്രമേയവും ഷീജ ഭരതൻ അനുശോചന പ്രമേയവും പത്മ വേണുഗോപാൽ സംഘടന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിന് CPIM ലോക്കൽ സെക്രട്ടറി CK ലിജീഷ് സ്വാഗതവും EK മോഹനൻ നന്ദിയും പറഞ്ഞു. സെന്റ് ആന്റണീസ് ചർച്ച് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ കോൺഫറൻസും ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ ഗുരുവായൂർ ചാപ്റ്ററും നീതി മെഡിക്കൽസും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര ഉദ്ഘാടനം ചെയ്തു. സെന്റ് വിൻസെന്റ് പോൾ പ്രസിഡന്റ് PT ഫ്രാൻസി അധ്യക്ഷനായി. ഗുരുവായൂർ വ്യാപാര വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റ് TN മുരളി, പള്ളി ട്രസ്റ്റി ആൻഡോ എൽപുത്തൂർ, ഡോക്ടർ അഞ്ജലി, ഡോക്ടർ അരവിന്ദ്, TT സെബു, MF നിജു, PI ലാസർ, CG സ്റ്റീഫൻ, CV അഗിൻസൺ, TT ആന്റണി, ഹനിക മിൽട്ടൺ എന്നിവർ പ്രസംഗിച്ചു. ഹോമിയോ ഡോക്ടർമാരായ ഡോക്ടർ റോജൻ, ഡോക്ടർ നഹില, ഡോക്ടർ ശ്രീവിദ്യ, ഡോക്ടർ അഞ്ജലി, ഡോക്ടർ അരവിന്ദ്, അലീന ജോസഫ് എന്നിവർ ക്യാമ്പിനു നേതൃത്വം നൽകി.